ദേവകി എന്ന ഹ്രസ്വചിത്രത്തിനു വേണ്ടി ഗായകൻ വേണുഗോപാൽ ആലപിച്ച കവിതയുടെ മ്യൂസിക് ലോഞ്ചിങ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന എം.ആർ. ഗോപകുമാറിന് നൽകി വേണുഗോപാൽ പ്രകാശനം നിർവഹിച്ചു. അമ്മമാരെ തെരുവിൽ ഉപേക്ഷിക്കുന്ന വർത്തമാനകാലത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ദേവകി എന്ന ഹ്രസ്വചിത്രം. തലമുറകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളുടെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ടതാണോ നമ്മുടെ അമ്മമാർ എന്ന ചോദ്യം ചിത്രം നമ്മോട് ചോദിക്കുന്നു. ഒപ്പം ലഹരിക്ക് അടിമപ്പെടുന്ന കൗമാരത്തോട് സമൂഹം പുലർത്തേണ്ട ജാഗ്രതയെപ്പറ്റിയും ദേവകി എന്ന ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചിത്രത്തിൻ്റെ നിർമ്മാതാവ് വയനാട് എക്സ്പോർട്ട് MD ഷാജി പുളിമൂട്ടിൽ. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ മഞ്ജു ഇലന്തൂരാണ് കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്റർ പ്രകാശനം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു. ക്യാമറ അമ്പിളി ശിവരാമൻ, എഡിറ്റിംഗ് ആനന്ദബോധ്, തിരക്കഥ നിജോ കുട്ടിക്കാട്, മേക്കപ്പ് കണ്ണൻ കലഞ്ഞൂർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നിഖിൽ സാൻ, ഗാനരചന മഞ്ജു ഇലന്തൂർ, സംഗീത സംവിധാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ആലാപനം G. വേണുഗോപാൽ എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റ് അണിയറ ശില്പികൾ. M.R. ഗോപകുമാറും നീന കുറുപ്പുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ മഞ്ജു ഇലന്തൂരിൻ്റെ രണ്ടാമത്തെ ഹ്രസ്വചിത്രമാണ് ദേവകി. സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഊന്നൽ നൽകി നിർമ്മിച്ച ചിത്രം സ്കൂളുകളിലും കോളേജുകളിലും ഉൾപ്പെടെ പ്രദർശിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ഷാജി പുളിമുട്ടിൽ പറഞ്ഞു. മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ചിത്രമാണ് ദേവകി. നമ്മൾ ആരായാലും, ഇന്ത്യയിലെ പ്രസിഡന്റ് ആയാലും പ്രധാനമന്ത്രി ആയാലും ഒരു ഓഫീസിലെ തൂപ്പുകാരനായാലും തൂപ്പുകാരി ആയാലും അവരെല്ലാം അതൊക്കെ ആവുന്നതിന് മുമ്പ് അവർ മനുഷ്യരായിരിക്കണം എന്നുള്ളതാണ്. മനുഷ്യരാവുക എന്നുള്ളതാണ് പ്രധാനം. മനുഷ്യരാവണം എന്ന് പാട്ട് പാടിയാൽ മാത്രം പോരാ, മനുഷ്യനായിരിക്കണം, മനുഷ്യനായി ജീവിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ അത് ആൾക്കാർ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ദേവകി എന്ന് പറയുന്ന ചിത്രം. ഇത് ഒരുപാട് കുറേ സ്കൂളുകളിൽ കാണിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് പറഞ്ഞത്. തീർച്ചയായിട്ടും അതാണ് നല്ലത്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു വലിയ സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി ഇവിടെ ഇന്ന് സംസാരിക്കാൻ ഇതിനകത്ത് ഒരു പാട്ടാണുള്ളത്. ഈ ഹ്രസ്വചിത്രത്തിൽ ഒരു പാട്ടാണുള്ളത്. ആ പാട്ട് എഴുതിയത് ഞാനും സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായ സംഗീത സംവിധായകൻ, ഏറ്റവും ആദരണീയനായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാറാണ്. അവരുടെയൊക്കെ ഒരു നിറഞ്ഞ മനസ്സ് ഈ സിനിമയിലേക്ക് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു മഞ്ജുവിൻ്റെ മനസ്സിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലേ മഞ്ജു? എനിക്കത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു അന്ന് പാടുമ്പോഴ്. അപ്പോൾ ഞാൻ അത് തന്നെ മഞ്ജുവിനോട് ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങി, ഇതിൻ്റെ റൈറ്റ് എനിക്ക് വേണം എന്ന് പറഞ്ഞ് വാങ്ങി. ഓർമ്മിക്കുകയാണ്. എല്ലാ പാട്ടും അങ്ങനെ ചെയ്യാറില്ല. എനിക്കറിയാം ഇത് ഇപ്പോൾ സിനിമ ആയി, അതിൻ്റെ നൂനമാനങ്ങളെല്ലാം ഉണ്ട്. ബട്ട് എന്നെ അത് വളരെ വളരെ എൻ്റെ ഹൃദയം വളരെ സ്പർശിച്ച ഒരു കവിത, അതിൻ്റെ ഈണം, അപൂർവമായി അങ്ങനെ പാട്ടുകൾ സത്യം പറയല്ല സ്പർശിക്കാറുള്ളൂ. മാത്രമല്ല മഞ്ജു ജനുവിനാണ് എന്ന് എനിക്ക് തോന്നി. പല കാര്യങ്ങളും മഞ്ജു ചെയ്തതിൽ അതിനകത്തൊരു